ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുഖ്യകണ്ണിയായ തസ്ലിമയുടെ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തസ്ലിമയുടെ ഭർത്താവ് സുൽത്താന്റെ വിദേശയാത്രയുടെ വിവരങ്ങൾ എക്സൈസ് ശേഖരിച്ചു. മലേഷ്യയിൽ നിന്നാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ്. തസ്ലിമയുടെ സഹോദരി എക്സൈസ് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ കേസിൽ കൂടുതൽ നിർണായകമായ ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നൊരു ഘട്ടമാണല്ലോ ഇത്. മറ്റ് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? ദേവിക, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നതിന് കൂടുതൽ ശക്തമായ എക്സൈസിന്റെ നിഗമനം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന തെളിവാണ് തസ്ലിമയുടെ ഭർത്താവ് സുൽത്താനെ തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. സുൽത്താനെ ആലപ്പുഴയിൽ എത്തിക്കുമെന്നും എക്സൈസ് സംഘം അറിയിച്ചിട്ടുണ്ട്. ഇയാളാണ് മലേഷ്യയിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് ഇയാളെ പിടികൂടിയത്. തായ്ലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് എണ്ണൂരിൽ നിന്ന് സുൽത്താൻ പിടിയിലാകുന്നത്. വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ ആലപ്പുഴയിൽ എത്തിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി തസ്ലീമ സുൽത്താനയുടെ സഹോദരിയെയും എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. ഇവർക്ക് ലഹരിക്കടത്തുമായി ബന്ധമില്ലെന്ന ഒരു നിഗമനത്തിലാണ് എക്സൈസ് ഇപ്പോൾ ഉള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വിട്ടയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനം, ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയായ കാക്കനാട് സ്വദേശിയായ യുവതിയെ ചോദ്യം ചെയ്തിരുന്നു. തസ്ലീമ സുൽത്താന മറ്റൊരാവശ്യം പറഞ്ഞ് തന്റെ പക്കൽ നിന്നും വാങ്ങിയ രേഖകൾ ഉപയോഗിച്ചാണ് ഈ വാഹനം ലഹരി കടത്താനായി വാഹനം വാടകയ്ക്കെടുത്തതെന്ന് യുവതിയും എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേർ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുണ്ട് എന്ന എക്സൈസിന്റെ നിഗമനങ്ങൾ ശരിയായി വരികയാണ്. ഓരോ ദിവസവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താന്റെ അറസ്റ്റ്. ചെന്നൈയിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് സുൽത്താൻ. ഇയാൾ നടത്തിയ വിദേശയാത്രകളടക്കം എക്സൈസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ യാത്രാരേഖകളും ഒപ്പം തന്നെ ഇയാൾ നടത്തിയ വിദേശയാത്രകളടക്കമുള്ളവ എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. ഇയാളെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടയിൽ റിമാൻഡിൽ കഴിയുന്ന തസ്ലീമയെയും കൂട്ടാളി ഫിറോസിനെയും അടുത്തയാഴ്ച വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. തസ്ലീമ സുൽത്താന ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പമായിരുന്നു ഓമനപ്പുഴയിലെ റിസോർട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഭർത്താവിനും മറ്റുള്ളവർക്കും കുട്ടികൾക്കുമൊന്നും തൻ്റെ ഈ ലഹരിക്കടത്തിനെ കുറിച്ച് അറിയില്ല എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന് ആദ്യം മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം സുൽത്താനെയും കുട്ടികളെയും വിട്ടയച്ചത്. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് സംശയത്തിനിടയായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുൽത്താന് ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ എക്സൈസ് സംഘം ഇന്നലെ തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നിന്നും പിടികൂടിയത്. ദേവിക. ശരി നിഷ.